ഞാൻ വിളിച്ചു, ഇന്നയാളല്ലേ? അതേ. ഞാൻ പറഞ്ഞു, ഞാൻ താങ്കളുടെ പാട്ടുകൾ കേട്ടിട്ട്, പൂമരക്കൊമ്പ് എന്ന് പറഞ്ഞ DVD കേട്ടിട്ട് അതിൽ ആരാധനയോടെ താങ്കളെ ഒന്ന് ശബ്ദം കേൾക്കണമെന്ന് വിളിച്ച സന്തോഷം. വളരെ എന്താ പറയുക, ആത്മീയ ആചാര്യന്മാർ സംസാരിക്കുന്ന പോലെയാണ് തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ സംസാരിക്കുന്നത്. നല്ല ശബ്ദമാണ്, നല്ല മധുരമുള്ള ശബ്ദമാണ്. ഒരുപാട് നേരം സംസാരിച്ചു. ഞാൻ GS ഫോൺ കൊടുത്തു. GS സംസാരിച്ചു. അപ്പോൾ GS പറഞ്ഞു, നിങ്ങളുടെ ആ കാസറ്റിൻ്റെ ബാക്കിൽ ഒരു നമ്പർ കിടക്കുന്നുണ്ട്, വിളിച്ചപ്പോൾ ആ നേറ്റിക്കര കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് എടുത്തത്. അയാൾ വളരെ മോശമായി ദിനേശിനോട് പെരുമാറി. അയ്യോ, അത് ഞങ്ങൾ തെറ്റി, എൻ്റെ പ്രോഗ്രാമിൽ നിന്ന്, എൻ്റെ ടീമിൽ നിന്ന് അയാളെ ഒഴിവാക്കി. എന്നെ ശരിക്കും പറഞ്ഞാൽ എന്നെ വിറ്റെടുത്ത മനുഷ്യനാണ്. എന്നെ വിറ്റെടുത്തു. എനിക്കതിൻ്റെ പ്രതിഫലമൊന്നും എനിക്ക് കിട്ടിയില്ല. നമ്മൾ തുടക്കക്കാരനായതുകൊണ്ട് നമ്മളെ കളി അറിയാവുന്നുള്ള കൃഷ്ണൻ ഒരുപാട് നമ്മളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരുപാട് വിഷമിച്ച് പറഞ്ഞു. പറന്നു പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പി, ആ പൂമരക്കൊമ്പി, ആ പൂമരക്കൊമ്പി. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഞാൻ ഈ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് കേട്ട പാട്ടിൻ്റെ ശകലം ഞാൻ പറയണ്ടല്ലോ. കേരളത്തിൽ മലയാളി ആഘോഷപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്ന, മലയാളി ഉള്ളിടത്തോളം കാലം കേൾക്കുന്ന മനോഹരമായ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ട പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ. സ്വർഗം നാണിക്കുന്നു എന്ന് പറയുന്ന നാടകത്തിന് വേണ്ടി വയലാർ രാമവർമ്മ എഴുതി LPR വർമ്മ സംഗീതം നൽകി അദ്ദേഹം തന്നെ പാടിയ പാട്ടാണ് ഈ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനെന്നുള്ള പാട്ട്. ഈ പാട്ട് ഇത്രയും ജനകീയമാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചല്ല. യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഈ പാട്ട് കേൾക്കുന്നത്. എനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. ഞാൻ മലയാളത്തിലെ ഒരു പൈറസി CD വാങ്ങില്ല, ഇന്ത്യൻ സിനിമയിലെയും ഒരു പൈറസി വാങ്ങില്ല. പക്ഷേ നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ എനിക്ക് ഭീമാപള്ളിയിലൊരു ആളെ പരിചയമുണ്ട്. അയാളെ വിളിച്ചു പറഞ്ഞാൽ അയാൾ ഓരോ ഫിലിം ഫെസ്റ്റിവലിനും വരുന്ന നോട്ടബിളായ ഏത് സിനിമയുടെ DVD ചോദിച്ചാലും, ഇപ്പോൾ അത് ബ്ലൂറേ ആയാലും ശരി, DVD ആയാലും ശരി, എനിക്ക് ഒരു 35 രൂപ കൊടുത്താൽ, ഒരെണ്ണത്തിന് 35 രൂപ കൊടുത്താൽ എനിക്ക് എടുത്തു വയ്ക്കും, റൈറ്റ് ചെയ്ത് വയ്ക്കും. അതുപോലെ എനിക്ക് ഓസ്കർ അവാർഡ് കിട്ടിയ സിനിമകൾ, വിദേശത്ത് നമ്മൾ ആവശ്യം കണ്ടിരിക്കേണ്ട സിനിമകൾ, അങ്ങനെയുള്ള നല്ല സിനിമകൾ മുഴുവൻ ഞാൻ കാണുന്നത് ഈ ഭീമാപള്ളിയിൽ നിന്ന് വാങ്ങിയ. കാരണം നമ്മളൊരു വിദേശ സിനിമയുടെ, അല്ലെങ്കിൽ റേയുടെ ബംഗാളി സിനിമ, സത്യജിത് റേയുടെ, മൃണാൾ സെൻ്റെയൊക്കെ ഒരു സിനിമ കാണണമെങ്കിൽ നമ്മളൊരു DVD വാങ്ങണമെങ്കിൽ 600 രൂപ 700 രൂപയൊക്കെ വിലയാവും. അപ്പോൾ 700 900 ഒക്കെ കൊടുത്ത് ബ്ലൂറേ ആണെങ്കിൽ 900-ന് മുകളിലാവും. 400 500 600 ഒക്കെ കൊടുത്ത് വാങ്ങാനുള്ള ശേഷി എനിക്കില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നോട്ടബിളായ, അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർ ഒരു സിനിമയെക്കുറിച്ച് എന്നോട് സംസാരിക്കണം, ഞാൻ അപ്പം തന്നെ എനിക്ക് ഓർമ്മക്കുറവുള്ളതുകൊണ്ട് ഉടൻ തന്നെ ഒരു പേപ്പറിൽ കുറിച്ചെടുക്കും. ഇത് ഞാൻ വാട്സാപ്പിലൂടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ എന്നെ വിളിച്ചു പറയും, സാറേ അത് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെന്ന് ഞാനത് വാങ്ങും. അങ്ങനെ എൻ്റെ ഒരു വിദേശ സിനിമയുടെ ഒരുപാട് ശേഖരം എൻ്റെ ഉണ്ട്. ഇപ്പോഴാണ് കുറേ കാലമായിട്ട് നമ്മുടെ ഈ യൂട്യൂബൊക്കെ വന്ന ശേഷമാണ് ഞാൻ ഈ വിദേശ സിനിമകൾ ഇങ്ങനെ DVD അല്ലെങ്കിൽ ബ്ലൂറേ വാങ്ങി കാണുന്ന കാഴ്ച കുറഞ്ഞത്. കാരണം ഇപ്പോൾ ഏത് സിനിമ ആണെങ്കിലും നമ്മുടെ വിരൽത്തുമ്പ് വീട്ടിൽ കിട്ടുമല്ലോ. നെറ്റ്ഫ്ലിക്സിൻ്റെയൊക്കെ കണക്ഷൻ എടുത്തിട്ടുള്ളതുകൊണ്ട്, ആമസോണിൻ്റെയൊക്കെ കണക്ഷൻ എടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ കാണാം. അങ്ങനെ ഞാൻ സ്ഥിരമായി ഭീമാപള്ളിയിൽ ചെന്ന് ഇത്തരം പടങ്ങൾ വാങ്ങാനായി സ്ഥിരം പോകുമായിരുന്നു. അതൊരു ഭയങ്കര രസകരമായ യാത്രയാണ്. കാരണം ഞാനും മോനും ഭാര്യയും കൂടെ പോകും, ഭാര്യ കാറിയിരിക്കും, ഞാനും മോനും കൂടെ കയറി ചെന്ന് ഒരു ലക്ഷക്കണക്കിന് സിനിമയല്ലേ അവിടെ ഇരിക്കുന്നത്, അതിൽ നിന്ന് സെലക്ട് ചെയ്ത സിനിമകൾ, എന്നിട്ട് അവിടുത്തെ ആ ഓഡോസിനോട് ഞാൻ ചോദിക്കും, ഈ പാട്ട് എങ്ങനെയുണ്ട്, ഈ പടം എങ്ങനെയുണ്ട് എന്ന്. അയ്യോ, ഇത് നല്ല പടമാണ് സാർ, ഇത് കണ്ടിരിക്കണം, ഇതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സിനിമയെക്കുറിച്ച് ചോദിച്ചാലും നസീർ എന്ന് പറഞ്ഞ ആ സുഹൃത്ത് അപ്പം തന്നെ ആ പടത്തെക്കുറിച്ചൊരു സമഗ്രമായ ഒരു ചെറിയ വിവരണം തരും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്ന് തോന്നുന്ന, കൊള്ളാല വിഷയം എന്ന് തോന്നുന്ന സിനിമകൾ അങ്ങനെ ഞാൻ ഒരുപാട് വാങ്ങാറുണ്ട്. അങ്ങനെ ഒരു തവണ ഇത് വാങ്ങാൻ പോയി. ഞാനിങ്ങനെ ആ കട മുഴുവൻ ഇങ്ങനെ പരതി നോക്കി നിൽക്കുമ്പോൾ ഒരു മുഖത്ത് നല്ല ഐശ്വര്യമുള്ള, ചന്ദന കുറിയൊക്കെ ഇട്ട് അതിൽ കുങ്കുമൊക്കെ വരച്ച് അതിൻ്റെ മുകളിൽ കറുത്ത കുറിയൊക്കെ ഇട്ട് മുടിയൊക്കെ വളർത്തി വെള്ള ജുബയൊക്കെ ഇട്ട് ഒരു മനുഷ്യനിരിക്കുന്ന ഒരു ഇതിരിക്കുന്നു, പൂമരക്കൊമ്പ് എന്നെഴുതിയ ഒരു CD ഇരിക്കുന്നു, ഓഡിയോ CD. ഞാൻ ചോദിച്ചു, ഇതെന്താ സംഭവം? അയ്യോ സാറേ, ഇത് കേട്ടിട്ടില്ലേ? അവനില്ല. അയ്യോ, ഇത് കേൾക്കണം.
മനോഹരമായ പാട്ടുകളാണ്. പക്ഷേ ഒറ്റ ലുക്കിൽ നോക്കിയാൽ ഇയാൾ ഏതോ ഒരു മതപ്രഭാഷകനാണെന്ന് തോന്നും. ഏതോ ഹൈന്ദവതയുടെ ഏതോ മതപ്രഭാഷണം നടത്തുന്നതിൻ്റെ DVD ആണെന്ന് തോന്നുന്നു അത് കണ്ടാൽ. ഞാനതുകൊണ്ടാണ് അത് എടുക്കാത്തത്. ഈ നസീർ എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു, ഇതൊന്ന് കേൾക്കണം, ഒരാവർത്തി കേൾക്കണം. അങ്ങനെ അതിന് 30 രൂപ എന്താ വിലയുള്ളൂ. ഞാനത് വാങ്ങി ഒരുപാട് പ്രാവശ്യം നോക്കിയപ്പോൾ ആ മുഖത്ത് നോക്കിയാൽ നമുക്ക് അതിൽ തന്നെ നോക്കിയിരിക്കാൻ തോന്നും. ആ ഫോട്ടോയിൽ ഇരുന്ന ആളാണ് തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ. ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി യാതൊരു മുൻധാരണയുമില്ലാതെ DVD-യിലിട്ടപ്പോൾ ജോണി സാഗരിക നിർമ്മിച്ച ഒരു വീഡിയോ ആൽബമാണ്. LPR വർമ്മ അടക്കം പലരും, അല്ലെങ്കിൽ മുഹമ്മദ് റാബിയുടെ ഓ ദുനിയാ കെ രഘുവാലെ അടക്കം മനോഹരമായ കാലാതിവർത്തിയായ ഗാനങ്ങളുടെ സംഗീത കച്ചേരി പോലെ ഒരു സ്റ്റേജിൽ തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിൻ്റെ VCD ആണ്. ആദ്യത്തെ പാട്ട് തന്നെ പറന്ന് 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 ചെല്ലാനെന്നുള്ള LPR വർമ്മ സംഗീതം കൊടുത്ത് പാടിയ ഈ പറഞ്ഞ സ്വർഗം നാണിക്കുന്നു എന്നുള്ള നാടകത്തിലെ പാട്ടാണ്. ആ പാട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് അതിനെ സംഗീത ഭാഷയിൽ എന്ത് പറയണമെന്ന് എനിക്കറിയണ്ട, അതിനെ പെരുപ്പിച്ച് തൃക്കൊടിത്താനം പാടിയിരിക്കുന്ന ആത്മാർത്ഥമായി ചങ്ക് പൊട്ടി, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഞരമ്പൊക്കെ ഇങ്ങനെ വികസിച്ച് വരുന്ന വീഡിയോയിൽ നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് കാണാം. ചിരിച്ച മുഖത്തോടെ വാ നിറച്ച് മുറുക്കാൻ തിന്നതിൻ്റെ നാക്കിൻ്റെ ചുവപ്പും ചുണ്ടിൻ്റെ ചുവപ്പും ഒക്കെ ഉള്ള തത്തമ്മ ചുണ്ടനെ പോലെ ഇരുന്ന് അനർഗളം പാടുന്ന ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നും. ഞാൻ ഇത്തിരി ഉച്ചത്തിൽ വെച്ചേ കേൾക്കുള്ളൂ എപ്പോഴും. വീട്ടിൽ അതിനാണ് എപ്പോഴും വഴക്ക്. ഞാൻ ഉച്ചത്തിൽ വാർത്ത കേൾക്കണമെങ്കിൽ എനിക്ക് ഉച്ചത്തിൽ കേൾക്കണം. ഞാനിങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് എവിടെയോ കേട്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും അടുക്കളയിൽ നിന്ന് അമ്മ വാതിലിൽ വന്ന് ഇതിങ്ങനെ നോക്കിയപ്പോൾ ഒരു മുടിയും താടിയൊക്കെ വളർത്തിയ ഒരു മനുഷ്യനിരുന്ന് പാടുകയാണ്. അമ്മ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് പൂവനങ്ങൾക്ക് അറിയില്ലല്ലോ പൂവിൻ്റെ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തൊരു പാട്ട്, ഓ ദുനിയാ കെ രഘുവാലെ. പിന്നെ ശ്രീകൃഷ്ണനെക്കുറിച്ച് കണ്ണ എന്നൊക്കെ വിളിച്ച് പാടുന്ന ഒരു പാട്ട്. അങ്ങനെ 12 പാട്ടായിട്ടുണ്ട്. ഈ 12 പാട്ടും ഒരു ഇരിപ്പിലിരുന്ന് കണ്ടു. അത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ അതുവരെ എന്നോട് ഇങ്ങനെ ഒന്നും പറയാത്ത അമ്മ പറയണം, എടാ ആദ്യം മുതൽ ഒന്നുകൂടെ ഇടും. ഞാൻ വീണ്ടും ആദ്യം മുതൽ ഒന്നുകൂടെ ഇട്ടു. അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഈ പറന്ന് 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 ചെല്ലാനെന്നുള്ള പാട്ട് എത്ര ആവർത്തി കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മരിക്കുന്നത് വരെയും അമ്മ എന്തെങ്കിലും ടെൻഷനിലാണെന്ന് കേട്ടാൽ ഞാൻ ഈ പാട്ടിട്ടാൽ മതി, അമ്മ എല്ലാം മറന്നു വന്നിരുന്ന് ഈ പാട്ട് കേൾക്കും. ഈ TV-യിൽ കാണും തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ ഇരുന്ന് പാടുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയോളം എനിക്ക് ഇത് തന്നെയായിരുന്നു വീട്ടിൽ ജോലി, ഈ പാട്ട് സ്ഥിരമായി കേൾക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായി എന്ന് പറയുന്നതായിരിക്കും ശരി. കണ്ടം പൊട്ടിപ്പാടുന്നു ആത്മാർത്ഥമായിട്ട്. ഒരു നാടകഗാനത്തെ എങ്ങനെ ക്ലാസിക്കലായിട്ട് മനോഹരമായി പാടാമെന്ന്, വൾഗാരിറ്റി ആയിട്ടല്ല, മനോഹരമായി എങ്ങനെ പാടാമെന്ന് തെളിയിച്ച ഗായകനായിരുന്നു തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ. എനിക്ക് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. ഞാൻ ആ VCD ബാക്കി നോക്കിയപ്പോൾ അതിലെ ഈ പ്രോഗ്രാമിനൊക്കെ ബുക്ക് ചെയ്യാനും ഇദ്ദേഹത്തെ തൃക്കൊടിത്താനത്തിനെ ബന്ധപ്പെടാനും ഒക്കെ ആയിട്ടൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പോൾ ആ DVD-യിൽ മുഖർശങ്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ വായിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ മുഖർശങ്ക് വായിച്ചിരുന്ന നെയ്യാറ്റിൻകരക്കാരൻ ഒരു കൃഷ്ണൻ്റെയാണ് നമ്പർ. അയാളാണ് അന്ന് ഈ പ്രോഗ്രാമിൻ്റെ അറേഞ്ചർ. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ നിങ്ങളുടെ പൂമരക്കൊമ്പ് കണ്ടു, അതിൽ പാടിയ തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞ ആളിനോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, താങ്കളാരാ എന്നിട്ട്. അത് ഞാൻ അതിൽ മുഖർശങ്ക് വായിച്ച നെയ്യാറ്റിൻകര കൃഷ്ണൻ. ഞാൻ ആയിക്കോട്ടെ, എനിക്ക് തൃക്കൊടിത്താനം സച്ചിദാനന്ദനെ ബന്ധപ്പെടാൻ ഫോൺ നമ്പർ തരാമോ? തൃക്കൊടിത്താനം സച്ചിദാനന്ദനെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പരും ഇല്ല, ഇനി അതിൻ്റെ പേരിൽ മേലാൽ ഈ ഫോണിൽ വിളിക്കരുത്. അയാൾ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് സംസാരിച്ചു ദേഷ്യത്തിൽ. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ കവറിൽ DVD-യുടെ കവറിൽ കൊടുത്തിരിക്കുക അഡ്രസ്സ്, ഫോൺ നമ്പർ. ഞാൻ അതിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് തൃക്കൊടിത്താനം സച്ചിദാനന്ദനെയും വിളിക്കരുത്, ഈ പൂമരക്കൊമ്പിനെ കുറിച്ച് ചോദിക്കാനും ഇനി മേലെ വിളിക്കരുത്. എനിക്കത് വല്ലാത്ത വിഷമം തോന്നി. ഇയാൾ ഇങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ചങ്ങനാശ്ശേരിക്കാരനായ ക്യാമറമാൻ പ്രതാപൻ, ഒരുപാട് സിനിമകളിൽ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. ഞാൻ പ്രതാപനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, തൃക്കൊടിത്താനം സച്ചിദാനന്ദനെ അറിയോ? പിന്നെ വലിയ പാട്ടുകാരനല്ലേ, ഞങ്ങളുടെ നാട്ടുകാരനല്ലേ, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ തപ്പിത്തരാമോ? ഞാൻ തപ്പിത്തരാം. എന്ത്? ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് അദ്ദേഹത്തെ പരിചയപ്പെടണം. ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ അന്നത്തെ ആ ദിവസം പോയി അദ്ദേഹം ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം മാക്റ്റയുടെ എക്സിക്യൂട്ടീവിന് പോവുകയാണ്. അന്ന് മാക്റ്റ വളരെ ശക്തമായി നിൽക്കുന്നു, ഫെഫ്കോ വന്നിട്ടില്ല. മാക്റ്റയുടെ എക്സിക്യൂട്ടീവ് ഞങ്ങൾ പോകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ സംവിധായകൻ GS വിജയൻ്റെ കാറിൽ പോകും. അദ്ദേഹം ഉണ്ടല്ലോ എക്സിക്യൂട്ടീവിൽ. ഞങ്ങൾ വഴിയിൽ നല്ല ആഹാരമൊക്കെ മദേഴ്സ് കിച്ചണിലൊക്കെ കയറി, കരുനാഗപ്പള്ളി കയറി അതൊക്കെ കഴിച്ച് ഇങ്ങനെ വളരെ കാര്യങ്ങൾ സിനിമാ കഥകളൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറി
രസകരമായ യാത്രയായിരുന്നു എറണാകുളത്തേക്ക്. മീറ്റിംഗ് കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ടും അതുപോലെ രസകരമായ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പോരും. പലപ്പോഴും അതിന് കിട്ടുന്ന TA അദ്ദേഹത്തിനും കിട്ടും, എനിക്കും കിട്ടും 1000 രൂപ വെച്ച്. ഞാൻ 1000 രൂപ പലപ്പോഴും കൊടുക്കാറില്ല, പുള്ളിക്ക് കൊടുക്കില്ല. എനിക്ക് 1000 മിച്ചമാണ്, അല്ലെങ്കിൽ ഈ ഫുഡിന് ചിലവാക്കുന്ന പൈസ ആവുള്ളൂ. അദ്ദേഹമാണ് ഡീസലൊക്കെ അടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാറിൽ, ഡ്രൈവറും ഉണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ എറണാകുളത്തേക്ക് മാറ്റിഡ് എക്സിക്യൂട്ടീവ് പോയിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. തൃക്കുടിത്താനത്ത് സച്ചിദാനന്ദൻ എന്നൊരു പാട്ടുകാരനുണ്ട്, അതായത് ഞാൻ ഇങ്ങനെ നന്നായിട്ട് പാടും, ഭയങ്കര രസമാണ് കേട്ടോ, ഞാൻ ചേട്ടന് DVD തരാൻ കേൾക്കാൻ. അപ്പോൾ അദ്ദേഹത്തെ പാട്ട് കേട്ട് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് ബന്ധപ്പെടണമെന്ന് തോന്നിയപ്പോൾ അതിലൊരു നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പോൾ അതിലെ മുഖർശങ്ക് വായിക്കുന്ന നെയ്യാറ്റിൻകര കൃഷ്ണൻ എന്ന ഒരാളാണ് എടുത്തത്. അയാൾ എന്നോട് വളരെ ഇൻഡിഫറൻ്റായിട്ട് പെരുമാറി. എന്തിന്? അത് ഇങ്ങനെ ഈ നമ്പറിലേക്ക് വിളിക്കരുത്, പൂമരക്കൊമ്പിനെ കുറിച്ച് ഇനി ചോദിക്കരുത്, തൃക്കുടിത്താനത്ത് സച്ചിദാനന്ദൻ്റെ ഫോൺ ഇതല്ല, ഇതിൽ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞു. അപ്പോൾ ഈ വിജയേട്ടൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, വിജയേട്ടൻ ആരെക്കുറിച്ച് സംസാരിക്കുന്ന കേട്ടാലും തോന്നും വർഷങ്ങളായി വിജയേട്ടൻ്റെ സുഹൃത്താണെന്ന്. വിജയേട്ടൻ്റെ കേട്ടോ അവൻ അങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ അറിയാമോ? പിന്നെ നിൻ്റെ ഈ നമ്പറുണ്ടോ? അവനുണ്ട്. ഞാൻ ഈ നെയ്യാറ്റിൻകര കൃഷ്ണൻ്റെ നമ്പർ വിജയേട്ടന് കൊടുത്തു. കാർ ഓടിക്കൊണ്ടിരിക്കുക. വിജയേട്ടൻ ഈ നമ്പറിൽ ഡയൽ ചെയ്തു, മറുവശത്തെടുത്തു. എടാ കൃഷ്ണ, നീ എവിടെ ഇരിക്കണ്? ഈ എനിക്കിതൊന്നും മനസ്സിലാവില്ല. അയാൾ ചോദിക്കുന്ന ആരാന്നോ? നിനക്കെന്നെ മനസ്സിലായില്ലേ കൃഷ്ണ? എന്നെ നേരെ കണ്ടാൽ നിനക്ക് മനസ്സിലാവും. നിന്നെ വിളിച്ചിട്ട് ഒരു പയ്യൻ, ആ ശാന്തിവിളയിലുള്ള ഒരു ദിനേശ് എന്നൊരു പയ്യൻ ഇന്നലെ വിളിച്ചിട്ടേ ആ തൃക്കുടിത്താനത്ത് സച്ചിദാനന്ദൻ നമ്പർ ചോദിച്ചപ്പോൾ നീ എന്താ അവൻ്റെ ചൂടായത്? ആ കാസറ്റിൻ്റെ പുറകിൽ DVD പുറകിൽ നിൻ്റെ പേരെഴുതിയിരിക്കുന്നുണ്ടല്ലേ നിന്നെ വിളിച്ചത്. അപ്പോൾ നീ അത് ആ നമ്പർ പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഇല്ലെങ്കിൽ ആ നമ്പർ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ ഞാനും അയാളുമായിട്ട് തെറ്റി, അതുകൊണ്ട് ഇനി അയാളുടെ നമ്പറൊന്നും എൻ്റെ ഇല്ല എന്ന് പറയാം. അല്ലെങ്കിൽ ആ നമ്പർ നിനക്കെന്ത് നഷ്ടം വരാൻ? ആ നമ്പറും കൊടുക്കാത്തതാ. എന്തേ ഞാൻ ആരെന്നാണ്? എടേ കൃഷ, അത് നീ എന്നെ നേരി കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും. നീ എന്തിനാ അങ്ങനെ പറഞ്ഞു അത് പറ. എന്തിനു പറയുന്നു? ഒരു 10-25 മിനിറ്റ് നെയ്യാറ്റിൻകര കൃഷ്ണനെ കൊല്ലാതെ കൊന്നു വിജയേട്ടൻ സംസാരിക്കുന്നത് ആകെ കൺഫ്യൂഷനായി കാണും കൃഷ്ണന്. കാരണം എത്രയോ വർഷമായി കൃഷ്ണനുമായിട്ട് ആത്മബന്ധമുള്ള, അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ച പോലെയാണ് വിജയേട്ടൻ സംസാരിക്കുന്നത്. കൃഷ്ണൻ നിനക്ക് എന്നെ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഞാനെന്ത് പറയാം, നമുക്ക് നേരി കാണുമ്പോൾ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വിജയേട്ടൻ വഴക്ക് തന്നെ ഇയാളെ. നീ എന്തുകൊണ്ട് നമ്പർ കൊടുത്തില്ല അത് പറ. ഒരു കാര്യം ചെയ്യാം, അയാളുടെ തൃക്കുടിത്താനം സച്ചിദാനന്ദൻ നമ്പർ എന്നോട് പറ. അപ്പോൾ അവിടെ നിന്ന് കൃഷ്ണൻ വീണ്ടും ചൂടാവുകയാണ്. അയാളുടെ നമ്പർ എൻ്റെ ഒന്ന് ചോദിക്കരുതെന്നൊക്കെ പറഞ്ഞു. എന്തിനു പറയുന്നു? കൃഷ്ണ ഫോൺ കട്ട് ചെയ്യും, വിജയേട്ടൻ വീണ്ടും വിളിക്കും. നീ എന്തിനാ കൃഷ്ണ കട്ട് ചെയ്ത്? അങ്ങനെ ഏതാണ്ട് സത്യം പറഞ്ഞാൽ ആലപ്പുഴ വരെ കേട്ടോ വിജയേട്ടൻ നെയ്യാറ്റിൻകര കൃഷ്ണനെ ഫോൺ ചെയ്തൊരു പരുവാക്കി. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ. വിജയേട്ടൻ വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അത് മോശമല്ലേ കൃഷ്ണ? നിൻ്റെ നമ്പർ CD പുറകെ കൊടുത്തിട്ട് ആ നമ്പറിൽ വിളിക്കുന്നവനോട് ഏത് തൃക്കുടിത്താനം സച്ചിദാനന്ദൻ, ഏത് പൂമരക്കൊമ്പ്, മേലെ ഇതിൽ വിളിച്ചു വരുന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല കൃഷ്ണ. അല്ലെങ്കിൽ കൃഷ്ണ ഒരു കാര്യം ചെയ്യണം, ആ ജോണി സാഗരിയോട് പറഞ്ഞിട്ട് എല്ലാ കവറും റീപ്രിൻ്റ് ചെയ്യാൻ പറ, പറഞ്ഞിട്ട് അതിലെല്ലാം ഫോൺ നമ്പർ മാറ്റാൻ പറ. നീ കാണിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പരുവമാക്കി. അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് എന്താ പറഞ്ഞാൽ, നീ ഒന്ന് വിളിച്ചു നോക്കി, ഇനി നമ്പർ തരും. ഞാൻ വിളിച്ചു. ഹലോ, നെയ്യാറ്റിൻകര കൃഷ്ണൻ? അതെ, ഞാൻ ഇന്നലെ വിളിച്ച ദിനേശാണ്. നിങ്ങൾ എന്താണ് കാണിച്ചത്? നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ നമ്പറും കൊടുത്തിട്ട് അയാൾ എന്നെ മണിക്കൂറുകളൊക്കെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ നിന്ന് തുള്ളുക ഫോണിൽ. കൃഷ്ണന് ഭ്രാന്തായി എന്ന് പറയുന്നതാണ് സത്യം. അങ്ങനെ കൃഷ്ണനെ ഒരു പരുവമാക്കി. ഞങ്ങൾ എറണാകുളം എത്തുന്നതിന് മുമ്പ് പ്രതാപൻ വിളിച്ച് തൃക്കുടിത്താനം സച്ചിദാനന്ദൻ നമ്പർ എനിക്ക് പറഞ്ഞു. ഞാൻ വിളിച്ചു. ഇന്നയാളല്ലേ? അതേ. ഞാൻ പറഞ്ഞു, ഞാൻ താങ്കളുടെ പാട്ടുകൾ കേട്ടിട്ട്, പൂമരക്കൊമ്പ് എന്ന് പറഞ്ഞ DVD കേട്ടിട്ട് അതിൽ ആരാധനയോടെ താങ്കളെ ഒന്ന് ശബ്ദം കേൾക്കണമെന്ന് വിളിച്ച സന്തോഷം. വളരെ എന്താ പറയുക, ആത്മീയ ആചാര്യന്മാർ സംസാരിക്കുന്ന പോലെയാണ് തൃക്കുടിത്താനം സച്ചിദാനന്ദൻ സംസാരിക്കുന്നത്. നല്ല ശബ്ദമാണ്, നല്ല മധുരമുള്ള ശബ്ദമാണ്. ഒരുപാട് നേരം സംസാരിച്ചു. ഞാൻ GS ഫോൺ കൊടുത്തു. GS സംസാരിച്ചു. അപ്പോൾ GS പറഞ്ഞു, നിങ്ങളുടെ ആ കാസറ്റിൻ്റെ ബാക്കിൽ ഒരു നമ്പർ കിടക്കുന്നുണ്ടോണ്ട് വിളിച്ചപ്പോൾ ആ നെയ്യാറ്റിൻകര കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് എടുത്തത്. അയാൾ വളരെ മോശമായി ദിനേശിനോട് പെരുമാറി. അയ്യോ, അത് ഞങ്ങൾ തെറ്റി, എൻ്റെ പ്രോഗ്രാമിൽ നിന്ന്, എൻ്റെ ടീമിൽ നിന്ന് അയാളെ ഒഴിവാക്കി. എന്നെ ശരിക്കും പറഞ്ഞാൽ എന്നെ വിറ്റെടുത്ത മനുഷ്യനാണ്. എന്നെ വിറ്റെടുത്തു. എനിക്കതിൻ്റെ പ്രതിഫലമൊന്നും എനിക്ക് കിട്ടിയില്ല. നമ്മൾ തുടക്കക്കാരനായതുകൊണ്ട് നമ്മളെ കളി അറിയാവുന്നുള്ള കൃഷ്ണൻ ഒരുപാട് നമ്മളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരുപാട് വിഷമിച്ച് പറഞ്ഞു. അവിടെ തുടങ്ങുന്നതാണ് തൃക്കുടിത്താനം സച്ചിദാനന്ദനും ഞാനുമായിട്ടുള്ള ആത്മബന്ധം. ആ ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കാത്ത ദിവസമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ
എന്താ പറയുക, പൂമരക്കൊമ്പിൻ്റെ പിന്നാലെ വീണ്ടും പുതിയ CD ഇറക്കുകയാണ്. ഏറെക്കുറെ എല്ലാം ഇറക്കുന്നത് ജോണി സാഗരിയാണ്. അത് കഴിഞ്ഞ് ജോണി സാഗരി മാറി വേറെ ഏതോ കമ്പനി ഇറക്കി അടുത്ത് ചെയ്യാൻ പോകുന്ന പാട്ടുകൾ ഫോണിലൂടെ മുഴുവൻ പാട്ടും പാടിത്തരുമായിരുന്നു. ഒരു അതിശയോക്തി ഇല്ലാതെ ഞാൻ പറയാം. ഫോണിലൂടെ അടുത്ത് ചെയ്യാൻ പോകുന്ന എല്ലാം പഴയകാല പാടിപ്പതിഞ്ഞ പാട്ടുകളെ ഇദ്ദേഹത്തിൻ്റെ പുതിയ ഒരു ക്ലാസിക് ലെവലിൽ മാറ്റി ചെയ്യുന്നതാണ്. എന്ത് രസമായിട്ടെന്നറിയാം അദ്ദേഹം പാടുന്നത്. അത് കഴിഞ്ഞ് കുട്ടികളെ ഉറക്കാനുള്ള താരാട്ട് പാട്ട് ഇറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പാട്ടുകൾ എനിക്ക് പാടിത്തന്ന ആളായിരുന്നു തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ. മാസങ്ങൾക്കും വർഷങ്ങൾക്ക് ശേഷം തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. അങ്ങനെ കിള്ളിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വീടെടുത്തു. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു നിത്യ സന്ദർശകനായിരുന്നു. ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം അടക്കം അദ്ദേഹത്തിൻ്റെ ആ ക്രൂവിലുള്ള പലരും അവിടെ വെച്ചാണ് ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുന്നത്. പിന്നെ ബാലസുബ്രഹ്മണ്യം തമ്പി സാറിൻ്റെ റീറെക്കോർഡ് ചെയ്യുന്നതിനും പാട്ട് കമ്പോസൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അറേഞ്ചർ പോലെ കൂടെ ഉണ്ടാവുകയും ഞങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധമായിരുന്നു. കാണുമ്പോഴൊക്കെ നന്നായിട്ട് എന്നോട് ബിഹേവ് ചെയ്യുമായിരുന്നു. അങ്ങനെ കിള്ളിപ്പാലത്തുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ദിവസം ചെല്ലുമ്പോൾ ഒരു അസ്ഥിപഞ്ചരമായ ഒരു ചേച്ചി ഒരു ദിവാനിയിൽ കിടക്കുന്നു. അപ്പോൾ തൃക്കൊടിത്താനം എന്നെ പരിചയപ്പെടുത്തി, ഇതെൻ്റെ ചേച്ചിയാണ്, ചേച്ചിക്ക് ക്യാൻസറാണ്, ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ല, ഞാനും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി ആ മനുഷ്യനോട്. കാരണം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ക്യാൻസർ രോഗിയായ ചേച്ചിയെ പരിപാലിക്കുന്ന കണ്ടപ്പോൾ തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞ കലാകാരനോട്, ഗായകനോട് എനിക്ക് ബഹുമാനം ഇരട്ടിച്ചു. ഇങ്ങനെ ഞങ്ങളുടെ ബന്ധം അനുദിനം വളർന്നുകൊണ്ടേയിരുന്നു. ഒരു തവണ എന്നോട് ചോദിച്ചു, താങ്കളുടെ ശാന്തിവിളയ്ക്ക് അടുത്തല്ലേ ഈ വെള്ളായണി? ഞാൻ പറഞ്ഞു അതെ. വെള്ളായണി ദേവീക്ഷേത്രത്തിൽ 3 വർഷത്തിലൊരിക്കലാണ് കാളിയൂട്ടല്ലേ? ഞാൻ പറഞ്ഞു അതെ. ആ കാളിയൂട്ടിൽ 41 ദിവസം, ഞാൻ പറഞ്ഞല്ല ഇപ്പം 55 ദിവസമാണ്. ഈ 55 ദിവസത്തെ പ്രോഗ്രാമിനിടയിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് ആ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു അവസരം വാങ്ങിത്തരാമോ? ഞാൻ പറഞ്ഞു ശ്രമിക്കാം. അപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരൊക്കെയാണ് അതിൻ്റെ ഭരണകർത്താക്കൾ. അപ്പോൾ അവരുമായിട്ട് ഞാനൊരു നല്ല ബന്ധത്തിലല്ല. കാരണം നമ്മൾ അവരുമായിട്ട് പലരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടെങ്കിലും ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള ഒരു ലേവലുള്ളതുകൊണ്ട് ഈ ക്ഷേത്ര സംരക്ഷണ സമിതി കമ്മിറ്റിക്കാരുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. എന്നിട്ട് പോലും തൃക്കൊടിത്താനം സച്ചിദാനന്ദനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അവരെ പോയി കണ്ടു. അവരെ പോയി കണ്ടപ്പോൾ അയ്യോ, അത് അവസാനത്തെ 10 ദിവസമല്ലേ നമ്മൾ വയ്ക്കുന്നുള്ളൂ. ആ 10 ദിവസത്തെ പ്രോഗ്രാം സ്പോൺസേഡ് ആയിരിക്കും. നമ്മൾ ഫണ്ടില്ലല്ലോ, നമുക്ക് ഫണ്ടില്ലല്ലോ. അപ്പം ഇത്രയും 55 ദിവസം ഭീമമായ ഉത്സവം നടത്താൻ എത്ര ലക്ഷം രൂപ വേണമെന്ന് താങ്കൾക്കറിയാമല്ലോ. അപ്പോൾ അതൊരു ആരെങ്കിലും ഒരു സ്പോൺസറെ കിട്ടുമെങ്കിൽ ഒരു പ്രോഗ്രാം നമുക്ക് വയ്ക്കാം. ഞാൻ വീട്ടിൽ വന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ്റെ പ്രോഗ്രാം ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. കാരണം അദ്ദേഹത്തെ കൊണ്ട് എൻ്റെ നാട്ടിൽ പാടിക്കണമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിന് എൻ്റെ നാട്ടിൽ പാടണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു കാളിയൂട്ടിന് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം വെച്ചു. ഞാൻ പറഞ്ഞു നമ്മളുടെ ബന്ധങ്ങളെല്ലാം അങ്ങനെ ഇരുന്നോട്ടെ, താങ്കളുടെ ടീമും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എന്നോട് അഡ്വാൻസായിട്ട് പറയണം. അതെന്തിനാ? ഞാൻ പറഞ്ഞു ആ പൈസ തരാനാണ്. പൈസ തരാതെ ഫ്രീ ഒന്നും താങ്കൾ പാടിത്തരണ്ട. താങ്കൾ ഇനി കൊണ്ടുവരുന്ന കടത്തിനും വയലിനും ഇതിനൊക്കെയുള്ള പൈസ താങ്കൾ കൊടുക്കണ്ട, മുഖർശെങ്കിലും ഒന്നും താങ്കൾ കൊടുക്കണ്ട. ഞാൻ എത്ര രൂപ ഒരു പ്രോഗ്രാമിന് തരണം എന്ന് പറയും, അല്ലെങ്കിൽ താങ്കൾ ഒരു പ്രോഗ്രാമിന് എത്ര രൂപ വാങ്ങും എന്ന് പറയണം പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് ഞാനൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതെങ്കിൽ ഞാനൊരു 60,000 രൂപ വാങ്ങും. 50,000 രൂപ കിട്ടിയാൽ ഓക്കെ. ഞാൻ മതി വിട്ടു. പ്രോഗ്രാം ദിവസമായി. നല്ല മഴയുള്ള ദിവസം, ഭയങ്കര മഴയും കാറ്റുമൊക്കെ ഉള്ള ദിവസം. തൃക്കൊടിത്താനം സച്ചിദാനന്ദനും ക്രൂവും എൻ്റെ വീട്ടിലേക്ക് വന്ന് സന്ധ്യയ്ക്ക് വന്ന് അമ്മയ്ക്കാണെങ്കിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു പ്രേം നസീറിനെ കണ്ടാലൊന്നും അമ്മയ്ക്ക് ഇത്രയും സന്തോഷം വരില്ല, യേശുദാസിനെ കണ്ടാലും വരില്ല. അതിനേക്കാൾ സന്തോഷത്തിൽ എൻ്റെ അമ്മ സന്തോഷത്തോടെ സ്വീകരിച്ച് ചൂട് ദോശയും ചമ്മന്തിയൊക്കെ രാത്രി ഉണ്ടാക്കി കൊടുത്തു. അതെല്ലാം ക്രൂവ് ഇരുന്ന് അതെല്ലാം കഴിച്ചിട്ട് പറഞ്ഞു, അമ്മ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കിത് വീണ്ടും ഉണ്ടാക്കി തരണം എന്ന് തൃക്കൊടിത്താനം പറഞ്ഞു. ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ വരുമ്പോൾ തലയിൽ ഈ പെണ്ണുങ്ങൾ കെട്ടിയിരിക്കുന്ന പോലെ തലയും എല്ലാം കൂടെ പിടിച്ചുകൂടെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. ഒരു സാധാരണ ജുബ്ബയും ഒരു കാവിലുങ്കി കൊടുത്താൽ വന്നിട്ട് ഇനി ഞാനൊന്ന് റെഡിയാവട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു റൂമിലേക്ക് കയറിപ്പോയി. റെഡിയായി വരുമ്പോഴാണ് നമ്മൾ ഞെട്ടണം. കാരണം ഈ സാധാരണക്കാരനായി മുറുക്കാനും ചവച്ച് ഒരു മുഷിഞ്ഞ പഴകിയ ഒരു ജുബ്ബയും ഒരു കാവിലുങ്കി കൊടുത്തു വന്ന മനുഷ്യൻ വെള്ള ജുബ്ബയും വെള്ള മുണ്ടും കൊടുത്ത് മുടിയെല്ലാം ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് ഒതുക്കി, അതുപോലെ താടിയൊക്കെ ഇങ്ങനെ ഒതുക്കി, ചുവപ്പ് ചന്ദനം കറുത്ത കുറിയൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് വന്നപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയി, എത്ര ചേഞ്ചെന്ന്. പട്ടണ റഷീദിന് പോലും ചിലപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഈ തൃക്കൊടിത്താനത്തിനെ മാറ്റിയെടുക്കാൻ കഴിയില്ല എന്ന് തോന്നി. അത്ര ഓജസ്സോടെ പോകാം. അവരുടെ കാർ മുന്നിൽ, എൻ്റെ കാറിൽ അമ്മയും ഭാര്യയും ഞാനും മോനും എല്ലാം കൂടെ കയറി ഞങ്ങൾ അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ഒരു ഡാൻസ് വെച്ചിട്ടുണ്ട്.
ആ നാട്ടിലുള്ള ഏതോ ഒരു ക്ലബിൻ്റെ കുറേ പിള്ളേരെ ഡാൻസ്. ആ പ്രോഗ്രാം കഴിഞ്ഞ് 10 മണി മുതലാണ് നമ്മുടെ സംഗീത കച്ചേരി. അപ്പോൾ ചന്നം പിന്നെ മഴയും പെയ്യുന്നുണ്ട്, ആളും കുറവ്. ഡാൻസ് 9 മണിക്ക് കളിക്കാൻ തുടങ്ങേണ്ട പാർട്ടികൾ ഡാൻസ് തുടങ്ങിയപ്പോൾ 10 മണി. കളിച്ച് അടുത്ത ഡാൻസോട് കൂടി തീരും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. 9 10 11 12 ഡാൻസ് തീരുന്നില്ല. അപ്പം തൃക്കൊടുത്താനം നോക്കിയപ്പോൾ ആളുമില്ല കേൾക്കാൻ. അപ്പോൾ തൃക്കൊടുത്താനം എന്നോട് പറഞ്ഞു, ഈ വർഷം ഇവിടെ പാടണ്ട എന്നായിരിക്കും അമ്മയുടെ നിശ്ചയം, നമുക്ക് ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്താലോ? ഞാൻ വിളിച്ചേ, അത് ശരിയല്ല, അത് വേണ്ട, 10 പേരെങ്കിൽ 10 പേര് നമുക്കിവിടെ നിന്ന് നടത്താം. അപ്പം ഞങ്ങൾ ഈ ചർച്ച നടക്കുന്നിടയിൽ കുറേ ആളുകളൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ കൂടി നിൽപ്പുണ്ട്. അതിൽ വന്ന എനിക്ക് ഇതുവരെയും പരിചയമില്ലാത്ത ആളുകൾ പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കേൾക്കാൻ വന്നാണ്, മാറ്റരുതേ, പ്രോഗ്രാം മാറ്റരുതേ. ഞാൻ പറഞ്ഞില്ല, 5 പേരായാലും പാടിയിട്ടേ പോകും. 10 മണിക്ക് സ്റ്റേജ് തരുമെന്ന് പറഞ്ഞിട്ട് 9 മണിക്ക് തുടങ്ങിയ ഡാൻസ് തീർന്ന് തൃക്കൊടിത്താനം സച്ചിദാനന്ദന് പാടാനായി സ്റ്റേജ് കിട്ടുമ്പോൾ 12:45. അദ്ദേഹം ഒരു സന്തോഷവുമില്ലാതെ പാട്ട് തുടങ്ങി. പക്ഷേ സ്റ്റേജിലേക്ക് കയറി കഴിയുമ്പോൾ തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ വേറൊരാളായി മാറും. അദ്ദേഹം തകർത്ത് പാടി വെള്ളായണി അമ്മയെ സ്തുതിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിയിട്ട് അദ്ദേഹം ഒരു 2 മണിക്കൂർ പാടി തകർത്തു. 28 പേരായിട്ടുണ്ടായിരുന്നു കേൾക്കാൻ, ഞങ്ങളടക്കം. പ്രോഗ്രാം കഴിഞ്ഞു, പുറത്തിറങ്ങി, ഒന്നും സംഭവിക്കാത്ത പോലെ കമ്മിറ്റിക്കാരോട് കുറേ വഴക്കൊക്കെ ഉണ്ടാക്കി. നിങ്ങളെപ്പോലുള്ള ഒരു ഇത്ര കലാകാരന്മാർ ഇങ്ങനെ കാണരുതെന്നൊക്കെ സച്ചിദാനന്ദൻ തന്നെ പറഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ച് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കവർ എടുത്ത് കൈ കൊടുത്തു. അദ്ദേഹം തുറന്നു പോലും നോക്കിയില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ ആ 50,000 രൂപ കവറിലിട്ട് കൊടുത്തു. അദ്ദേഹം അതും കൊണ്ടങ്ങ് പോയി. വീട്ടിൽ പോയിട്ട് എന്നെ പിറ്റേ ദിവസം വിളിച്ചു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഒരു 40 രൂപ കാണുമെന്ന് വിചാരിച്ചു. ഞാൻ അതൊന്നുമില്ല, അത് വേണ്ട, വ്യക്തിബന്ധവും ഇതുമായിട്ട് പ്രൊഫഷണലിസമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട, അതെനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ആ സൗഹൃദം നാൾക്ക് നാൾ വലിയ ഇതായിട്ട് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. കിള്ളിപ്പാലത്ത് നിന്ന് അദ്ദേഹം പാങ്ങോട്ടേക്ക് താമസം മാറി. അവിടെ നിന്ന് അദ്ദേഹം കഴക്കൂട്ടത്തിൽ ഫ്ലാറ്റിലേക്ക് താമസം മാറി. ഇതിനിടയിൽ അദ്ദേഹം, ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഇദ്ദേഹത്തെ കണ്ട് പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്, ജയരാജിൻ്റെ ശാന്തം എന്ന് പറഞ്ഞ പടത്തിൽ ഒരു വർഗീയ നേതാവായിട്ട് ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഒരു വേണമെങ്കിൽ പറയാം, ഒരു ഹൈന്ദവ നേതാവ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. IM വിജയനെ, പ്രധാന വേഷം ചെയ്യുന്ന IM വിജയനെ കൊല്ലാനായി നടക്കുന്ന ഒരു ടീം ലീഡറാണ് ആയിട്ടാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ട് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഈ മുഖം എവിടെയോ കണ്ടിട്ടുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ശാന്തത്തിലെ വില്ലനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം കഴക്കൂട്ടത്ത് താമസത്തിന് വന്ന ശേഷം അദ്ദേഹം V-Trax ഒരു സീരിയലിലേക്ക് അഭിനയിച്ചു. ആ സീരിയൽ ലൊക്കേഷനിൽ നിന്ന് എൻ്റെ അഭിനയം കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. ഞാൻ പോയില്ല. നമ്മൾ ചെയ്യുന്ന സീരിയലിൽ നിങ്ങൾ എനിക്കൊരു പ്രധാന വേഷം തരണം, ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സൗഹൃദം നീണ്ടു പോകുന്നതിനിടയിൽ ഒരു ദിവസം രാവിലെ അറിയുന്നു, കഴക്കൂട്ടത്തെ ഫ്ലാറ്റിൽ തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ മരിച്ചു കിടക്കുന്നു. അത് രസം എന്താണെന്ന് ചോദിച്ചാൽ, ആലപ്പുഴയിലോ എറണാകുളത്തോ എവിടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പാതിരാത്രിക്ക് ഈ ഫ്ലാറ്റിലെത്തി തൃക്കൊടിത്താനത്തിന് ഇറക്കിയിട്ട് ആറ്റിയാൽ ബാലസുബ്രഹ്മണ്യം അടക്കമുള്ളവർ അവരുടെ വീടുകളിലേക്ക് കാറിലങ്ങ് പോയി. ഇദ്ദേഹം ഫ്ലാറ്റിൽ കയറി, ഫ്ലാറ്റ് തുറന്ന് അകത്ത് കയറി കിടന്നു ഉറങ്ങി. ഉറക്കത്തിനിടയിൽ എപ്പോഴോ അദ്ദേഹത്തിനൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഞെട്ടി ഉണർന്നു. പക്ഷേ ഉണർന്നെങ്കിലും അങ്ങനെയൊക്കെ നാക്ക് പോലും അനങ്ങുന്നില്ല, കൈകാലിട്ടടിക്കാനൊന്നും പറ്റില്ല, നിസ്സംഗനായി ഇങ്ങനെ കിടന്നു. ആ കിടപ്പ് 4 ദിവസം കിടന്നു. പുറം ലോകം അറിയുന്നില്ല ഇദ്ദേഹം ഹാർട്ട് അറ്റാക്കായിട്ട് കിടക്കുകയാണ്. അവിടെ കിടന്ന് ഗ്രാജുവലായിട്ട് BP താഴ്ന്നു പോയി അദ്ദേഹം മൃതപ്രായനായി. പ്രോഗ്രാം കഴിഞ്ഞു പോയതിൻ്റെ പിറ്റേ ദിവസം ബാലസുബ്രഹ്മണ്യം ആരെ വിളിച്ചപ്പം ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഉറങ്ങണമെന്ന് വിചാരിച്ചു. 2ാമത്തെ ദിവസം വിളിച്ചിട്ട് എടുത്തില്ല. 3ാമത്തെ ദിവസം സംശയം വന്നു. അങ്ങനെ രാവിലെ ഫ്ലാറ്റിൻ്റെ താഴെ ഒന്ന് സെക്യൂരിറ്റിക്കാരൻ്റെ ചോദിച്ചപ്പോൾ, സാർ അന്ന് വന്ന ശേഷം പിന്നെ പുള്ളി പുറത്ത് പോയിട്ടില്ല. ഇവർ കാണാൻ റൂം തള്ളി തുറന്ന് അകത്ത് കയറുമ്പോൾ കാണുന്ന രംഗം, ബോധമുണ്ട് പക്ഷേ ഒരു ശബ്ദമോ അനക്കമോ ഒന്നുമില്ല, കണ്ണ് തുറന്ന് ഇങ്ങനെ കിടപ്പുണ്ട്. കാരണം BP ഗ്രാജുവലായിട്ട് താഴ്ന്നു പോയിട്ട് മരണത്തിലേക്ക് അടുക്കുകയാണ്. അവർ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ എന്തോ എത്തിച്ചു. പക്ഷേ എത്തിക്കുമ്പോഴേക്കും ആൾ മരിച്ചു. ആലോചിച്ച് നോക്കി, ഒരു ഗായകൻ്റെ പതനം, ഗ്രാജുവലായിട്ട് മരിച്ചു. നേരെ മറിച്ച് അദ്ദേഹം ഒരു വിവാഹിതനായിരുന്നു, കുടുംബമൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുസ്ഥിതി ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹത്തിന് മരിച്ചു. ആ വിവരം അറിഞ്ഞു ചെന്നു. അവിടുന്ന് ശാന്തി കവാടത്തിൽ കൊണ്ടുവന്ന് ഈ നമ്മൾ ഗാനമേളയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരിക്ക് കാണുന്ന പോലെ തന്നെ വെള്ള ജുബയും വെള്ള മുണ്ടും ഒക്കെ ധരിച്ച് നല്ല പൊട്ടൊക്കെ ഇട്ട് ആ മുടിയൊക്കെ ചീകി ഒതുക്കി അദ്ദേഹം ശാന്തി കവാടത്തിൽ കിടക്കുന്ന അവസാന കാഴ്ച ഞാൻ കുറേ നേരം നോക്കി നിന്നു. എന്നിട്ട് സഹോദരൻ്റെ മകനോ ആരോ ചിതയ്ക്കൊക്കെ തീ കൊളുത്തി ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു. തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വളർന്നു വന്ന് പെട്ടെന്ന് ഈ ലോകം വിട്ടുപോയ ഹതഭാഗ്യനായിരുന്നു തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് വാങ്ങിയിട്ടുള്ള മനുഷ്യനായിരുന്നു. 2001 ശാന്തം ചെയ്യുന്നത്. 2014 ഒക്ടോബർ 17 അദ്ദേഹം മരിക്കുന്നത്.
വെളിയനാട് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ആൾ ഇന്ത്യ റേഡിയോയിൽ എന്താ പറയുക ഭാഗവത പാരായണമൊക്കെ നടത്തിയിരുന്ന വെളിയനാട് കൃഷ്ണൻ നായരുടെ 6 മക്കളിൽ 4 ആണും 2 പെണ്ണും 6 മക്കളിൽ ഒരാളായിരുന്നു തൃക്കൊടുത്താനം സച്ചിദാനന്ദൻ. അദ്ദേഹം തൃക്കൊടുത്താനം പത്മകുമാർ എന്ന് പറഞ്ഞ ആളിൻ്റെ കീഴിലാണ് സംഗീതം അഭ്യസിച്ചത്. തൃച്ചി ഗണേശൻ്റെ കൂടെയും മധുരൈ സ്വാമിനാഥൻ്റെ കൂടെയും ഒക്കെ സംഗീതം പഠിച്ചിരുന്നു. LPR വർമ്മയുടെ ഗാനങ്ങളുടെ ഒരു വലിയ ആരാധകനായിരുന്നു. LPR വർമ്മ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും LPR വർമ്മ എന്ന് പറഞ്ഞ ഗായകനെയും സംഗീത സംവിധായകനെയും ഒരുപാട് ഇഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു തൃക്കൊടുത്താനം സച്ചിദാനന്ദൻ. അദ്ദേഹത്തിൻ്റെ പഴയ കാലങ്ങൾ പറയാൻ പോയാൽ വളരെ മോശമെന്നാണ് പറയുന്നത്. കാരണം നല്ല മദ്യപാനിയായിരുന്നു എന്ന് പറഞ്ഞു. ചെറുപ്പത്തിൽ തൃക്കൊടുത്താനം ഭാഗത്തുള്ള ഷാപ്പുകളിലിരുന്ന് കള്ള് മോന്തിയിട്ട് അതിൻ്റെ മേശപ്പുറത്ത് കൈകൊണ്ട് താളമിട്ട് ഇപ്പോൾ സൂപ്പർ ഹിറ്റാക്കിയ ഈ പാട്ടുകളൊക്കെ പാടി തിമിർത്തിരുന്ന ഒരു ഭൂതകാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു അനുജൻ, ഒരു സഹോദരൻ ഗോപൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അയാളൊരു നടനായിരുന്നു എന്ന് പറയുന്നു. പിന്നെ മറ്റു സഹോദരന്മാർക്കൊക്കെ എന്തൊക്കെയോ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ ഡീറ്റെയിലുകളൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇത്രയൊക്കെ അറിയാവൂ. എന്തായാലും പറന്ന് ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ എന്നുള്ള പാട്ട് LPR വർമ്മ സാർ പാടി സംഗീതം കൊടുത്ത് പാടിയ പാട്ടാണെങ്കിലും, സ്വർഗം നാണിക്കുന്നു എന്നുള്ള നാടകത്തിലെ പാട്ടാണെങ്കിലും മലയാള സിനിമാ ഗാനങ്ങളെക്കാൾ പോപ്പുലാരിറ്റി ഉണ്ടായതിൽ ഒരു നിർണായകമായ പങ്ക് തൃക്കൊടുത്താനം സച്ചിദാനന്ദൻ പാടിയതിലൂടെ ആ പാട്ടിന് കിട്ടി എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം LPR വർമ്മ സാർ പാടിയ ട്യൂണിലല്ല അദ്ദേഹം പാടിയത്, ആ ശീലിലല്ല അദ്ദേഹം പാടിയത്. വളരെ രസകരമായ രീതിയിൽ ജനത്തെ പിടിച്ചിരുത്തുന്ന, സ്റ്റേജിൻ്റെ മുന്നിൽ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് തൃക്കൊടുത്താനം സച്ചിദാനന്ദൻ പാടിയത്. പൂർണ്ണമായ ഒരു സിനിമാക്കാരനായിരുന്നില്ല, ഒരു സീരിയലുകാരനായിരുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കണമെന്നും നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കണമെന്നും തോന്നിയതുകൊണ്ടാണ് ഈ ലക്കം അദ്ദേഹത്തിന് സമർപ്പിച്ചത്. മംഗളം പാടി അവസാനിപ്പിക്കാതെ അകാലത്തിൽ പൊലിയേണ്ടി വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ തൃക്കൊടുത്താനം സച്ചിദാനന്ദൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.